ഈ ഒരു കപ്പിത്താൻ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത്. അതായത് ഈ ഒരു ദുരന്തത്തിൽ നിന്നും കരകയറ്റാൻ അഹോരാത്രം പണിയെടുത്തുകൊണ്ട് ആ അവസാന നിമിഷത്തിൽ അവരുടെ വീട് കാണാൻ വേണ്ടി എത്തിച്ചേർന്ന അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്ന മുഹൂർത്തമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം വീട് സന്ദർശിക്കുകയാണ്. അങ്ങോട്ടേക്ക് മാധ്യമ പ്രവർത്തകരെ പ്രവേശനമില്ല. എന്തായാലും മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരൊക്കെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ കളക്ടർ DR മേഘശ്രീ, AK ശശീന്ദ്രൻ എന്നിവരൊക്കെ തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം കയറിയിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി റഫീഖ് അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ TP രാമകൃഷ്ണൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ, വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ എന്നിവരൊക്കെ തന്നെ ഓരോ മുറികളായി ഓരോ സ്ഥലങ്ങളായി നടന്ന് കാണുകയാണ്. മുറിക്കുള്ളിൽ തന്നെ മാർക്കറ്റ്, ആരോഗ്യ കേന്ദ്രം, 11.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡുകൾ പുറത്തു നിന്ന് ഓരോന്നും നടന്നു കാണാൻ സാധിക്കും. എന്തായാലും ആ ഒരു വലിയ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. സമയത്തിനുള്ളിൽ 178 എല്ലാം നഷ്ടമായ 178 കുടുംബങ്ങൾക്കുള്ള താക്കോൽ മുഖ്യമന്ത്രി കൈമാറും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് കേരളം മാത്രമല്ല ലോകമാകെ തന്നെ കാത്തിരുന്ന് കാണുന്ന ഒരു മുഹൂർത്തത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ചരിത്രമാണ് സംഭവിക്കാൻ പോകുന്നത്. ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് നിൽക്കുന്ന ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം, പുനരധിവാസത്തിന് മാതൃകയായി നിൽക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്ക് പോവുകയാണ് കേരളം തന്നെ മാതൃകയായി, മലയാളി തന്നെ മാതൃകയായി, മലയാളിക്ക് ഏറ്റവും കൂടുതൽ അഭിമാന നിമിഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് കഴിഞ്ഞ 1.5 വർഷക്കാലത്തെ ദുരന്തബാധിതരേക്ക് ചുമലിലേറ്റ് നടന്ന ഒരു മുഖ്യമന്ത്രിയുടെ ആ ഒരു ഈ ഒരു ടൗൺഷിപ്പ് കാണുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് തന്നെ എല്ലാവരുടെയും മനസ്സ് നിറയുന്ന ദൃശ്യമാണ്. കാരണം അന്ന് ദുരന്ത ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ജീവനുകളല്ലാതെ മറ്റെല്ലാം തിരിച്ചു തരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയും ആ ഭരണകൂടവുമാണ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഈ വീടുകൾ അവർക്ക് കൈമാറാൻ പോകുന്നത്. അതും ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്ന ഒരു സാധാരണ സംഭവമല്ല നടക്കാൻ പോകുന്നത്. അവർക്ക് ആവശ്യമായ അവരുടെ മാനസിക നിലകളൊക്കെ തന്നെ മറ്റൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ വിഷമകരമായ അവസ്ഥയിലേക്ക് മാറുന്ന ഒരു രീതിയിലേക്ക് മാറാൻ അനുവദിക്കാതെ അവരെ എല്ലാം കൊണ്ടും ചേർത്ത് പിടിച്ച ഒരു സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കാണാനായും അതുപോലെ തന്നെ ഈ ഒരു മന്ത്രി മുഹമ്മദ് റിയാസ് കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് നമുക്കറിയാം, DYFI ജില്ലാ സെക്രട്ടറി ഫ്രാൻസിസ് ഉണ്ട് കൂടെ. ഇവർക്കൊക്കെ തന്നെ ഏറെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ്. അന്ന് 5 മന്ത്രിമാർ ഇവിടെ നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അന്ന് ദുരന്ത ഭൂമിയിൽ നിന്നും ഇവരെ കൈപിടിച്ചുയർത്താൻ ഈ 5 മന്ത്രിമാരും ചേർന്ന് നിന്നുകൊണ്ടാണ് ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും ക്രോഡീകരിച്ചത്. എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചിരുന്നത് ഈ 5 മന്ത്രിമാർ തന്നെയായിരുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അവരെ പുനരധിവസിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു അലട്ടലുമില്ലാതെ നിങ്ങളെ പുനരധിവസിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ഇവിടേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം 178 വീടുകളുടെ താക്കോൽ കൈമാറും. ആ താക്കോൽ കൈമാറുന്ന നിമിഷങ്ങളിലേക്ക് കടന്നു പോവുകയാണ് മുഖ്യമന്ത്രി. പുറത്തേക്ക് ഇറങ്ങുകയാണ്. വീടുകൾ കണ്ട് അദ്ദേഹം വീടുകളിലെല്ലാം നടന്നു കണ്ട് ആദ്യത്തെ വീട് നടന്നു കണ്ട് അദ്ദേഹം പുറത്തിറങ്ങാൻ പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങും. ഇതിന് സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ച IAS ഓഫീസർ സുഹാസ് ആണ് മുഖ്യമന്ത്രി ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. ജനങ്ങളോട് അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വളരെ സംതൃപ്തമാണ് ആ മുഖം എന്ന് നമുക്കറിയാം. വളരെ പുഞ്ചിരിയോടുകൂടി തന്നെയാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. വളരെ സംതൃപ്തമാണ് ആ മുഖം. വലിയൊരു ഘട്ടം കടന്നു വന്നതിൻ്റെ വലിയൊരു ആശ്വാസ ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം പറയാം.